യേശുവിന്റെ നാമത്തിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടച്ച് നമുക്ക് ഒരു വാക്കൂടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യൂട്യൂബിലായിരിക്കുന്നവരും ഈ മിനിസ്ട്രിയോട് നിങ്ങൾ സഹകരിക്കുക. നിങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ നിങ്ങളെ തന്നെ നിങ്ങൾ സമർപ്പിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ സബ്ജക്റ്റ് അങ്ങനെ ഒരു സബ്ജക്റ്റാണ്. പ്രത്യേക ഒരു ആത്മനിയോഗത്തോടെയാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എടുത്തത്. ആക്ച്വലി ഞാനിത് ഡെലിവറൻസ് മീറ്റിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ അതിൻ്റെ കൂടെ ചേർത്ത് സംസാരിക്കാം എന്ന് ചിന്തിച്ചതാണെങ്കിലും എനിക്ക് നമുക്ക് അന്നും സമയത്തിൻ്റെ വലിയ പരിമിതി ഉണ്ടാവും. അപ്പം എല്ലാം കൂടെ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്തുക, ഒരു മീറ്റിങ്ങിനകത്ത് ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്, സമയത്തിൻ്റെ പരിമിതികളുണ്ട്. 4-5 മണിക്കൂറൊക്കെ ഒരു ഇതിൻ്റെ പുറത്ത് പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. അപ്പം അതുകൊണ്ട് ആണ് ഇന്ന് അതിൻ്റെ ഒരു ഭാഗം എന്ന വണ്ണം വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഇന്ന് ഈ രീതിയിൽ അതിനെ എടുക്കാം എന്ന് ചിന്തിച്ചത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 14, 15, 16 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കഴിയുമെങ്കിൽ നിങ്ങളൊരു ബുക്ക്, ഒരു പെൻ നിങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും. റെഫറൻസുകൾ നോട്ട് ചെയ്യാനും പോയിന്റുകൾ നോട്ട് ചെയ്യാനും അത് വളരെ സഹായകരമായിരിക്കും. പിന്നീട് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ. ആമേൻ. നമ്മുടെ യൂട്യൂബിൽ ചില ദൈവമക്കൾ നമ്മുടെ സൂമിൻ്റെ ID ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ മീറ്റിങ്ങിന് അവസാനം നമ്മുടെ പ്രെയർ ലൈൻ നമ്പർ കാണിക്കും. നിങ്ങൾ ആ നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൂമിൻ്റെ ID നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 14, 15, 16 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അടിമകൾ എന്ന വാക്കിൻ്റെ അടിയിൽ നിങ്ങളൊരു വരയിടുക. അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. 16-ാമത്തെ വാക്യം, ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. ഈ വേർഡിനകത്ത് അബ്രഹാമിന്റെ സന്തതികൾ കൊള്ള വിടുതലിന്റെ ഫുൾ പാക്കേജ് പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രാക്ടിക്കലി നമ്മൾ ഇതിനകത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഈ വേർഡും നമ്മുടെ പ്രസന്റ് ലൈഫുമായിട്ട് എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതിന് ആമേൻ പറയാൻ. ഒന്നുകൂടി ഞാൻ ആ വേർഡ് വായിക്കുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട്. ആരാണ് ഈ മക്കൾ? ഞാനും നിങ്ങളുമാണ് ഈ മക്കൾ. അവനും അവരെ പോലെ. ആരാണ് ഈ അവൻ? കർത്താവായ യേശുക്രിസ്തുവിനെയാണ് ഇവിടെ അവൻ എന്ന് പരാമർശിച്ചിരിക്കുന്നത്. ജഡരക്തങ്ങളോട് കൂടിയവനായി, അതായത് ശരീരരക്തങ്ങളോട് കൂടിയവനായി, മരണത്തിന്റെ അധികാരിയായ. അപ്പൊ 2-ാമത്തെ ഒരു കഥാപാത്രത്തെ നമുക്കവിടെ കാണാൻ കഴിയും, മരണം. 3 അതിന്റെ അധികാരിയായ പിശാച്. 3 പിശാച്. അപ്പൊ 1 ജഡരക്തങ്ങളോടുകൂടി വന്നവനാകുന്ന യേശു. 2 മരണം. ഞാനിവിടെ ഒരു കഥാപാത്രമായിട്ട് എടുത്തിരിക്കുകയാണ്, മരണം. 3 അതിനെ
അതിന്റെ അധികാരിയാകുന്ന പിശാച് തന്റെ മരണത്താൽ നീക്കി, യേശുക്രിസ്തുവിന്റെ മരണത്താൽ നീക്കി, ജീവപര്യന്ത മരണഭീതിയാൽ. കണ്ടോ? അപ്പൊ ഞാനിവിടെ കഥാപാത്രമാക്കി എടുത്ത മരണം എന്ന വ്യക്തിക്ക് ഒരു വ്യക്തിയിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനമാണ് ഭീതി എന്നത്. സിൻസ് therefore the children share in flesh and blood, he himself likewise partook of the same things, that through death he might destroy the one who has the power of death, that is the devil, and deliver all those who through fear of death were subject to lifelong slavery. മരണഭീതിയാൽ, ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവർ. അടുത്ത കഥാപാത്രം അടിമ. ഞാൻ എത്ര കഥാപാത്രത്തെ കുറിച്ചുകൂടെ പറഞ്ഞു? 1 കർത്താവായ യേശു ക്രിസ്തു, 2 ഡെത്ത് മരണം, 3 അതിന്റെ അധികാരിയായ പിശാച്, 4 മരണഭീതി, 4 അടിമകൾ. ഈ 4 കഥാപാത്രങ്ങളെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞു. ഈ 4 കാര്യങ്ങൾക്കും, ഈ 4 കഥാപാത്രങ്ങളും 4 ഡ്യൂട്ടീസ് ചെയ്യുന്നവരാണ്. ഈ 4 കഥാപാത്രങ്ങളും 4 ഡ്യൂട്ടീസ് ചെയ്യുന്നതാണ്. ഇതിൽ ചിലത് അതിനപ്പുറം ഡ്യൂട്ടീസ് ചെയ്ത് കളയും, ഇതിനപ്പുറം ഡ്യൂട്ടീസ് ചെയ്ത് കളയും. നമ്മുടെ ചിന്തകൾക്കപ്പുറമായ ഡ്യൂട്ടീസ് ഇതിലെ ചില കഥാപാത്രങ്ങൾ ചെയ്യും. അതിലൊന്നാണ് മരണം, 2 മരണഭീതി, 3 പിശാച്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറമായ കാര്യങ്ങൾ. അടിമയാണെങ്കിൽ അടിമത്തത്തിൽ കിടക്കത്തേ ഉള്ളൂ, അതിനപ്പുറം അതിനൊന്നും തന്നെ ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ചില കഥാപാത്രങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക്, ബുദ്ധിക്കും അതീതമായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന സംഭവങ്ങളാണ്. ഇതിനെ ജയിക്കാനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു വ്യക്തി, നമ്മുടെ രക്ഷകനും നമ്മുടെ നാഥനും നമ്മുടെ കർത്താവുമാകുന്ന യേശു ക്രിസ്തു ജഡരക്തങ്ങളോടുകൂടെ ഈ ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബോണ്ടേജസ്, അടിമത്തം. എന്താണ് ബോണ്ടേജസ് അല്ലെങ്കിൽ അടിമത്തം എന്ന് പറയുന്നത്? അടിമയായിരിക്കുന്ന ഒരവസ്ഥയാണ് അടിമത്തം എന്ന് പറയുന്നത്. അടിമയായിരിക്കുക എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ആ സ്ഥാപനത്തിന്റെ അടിമയല്ല, അത് അവിടുത്തെ ഒരു തൊഴിലാളിയാണ്. എന്നാൽ അതേ തൊഴിലാളി അടിമത്തത്തിന്റെ വസ്ത്രം ധരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ആ മനുഷ്യൻ എത്തുകയാണെങ്കിൽ അവനൊരു തൊഴിലാളി എന്നതിനപ്പുറം അവനൊരു അടിമത്തത്തിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ഒരു അടിമ വേലക്കാരൻ എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉചിതം. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു കൊണ്ടുവരുന്ന ഒരു ഭാഗം പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാം. അവിടെ മുതലാണ് നമുക്ക് ഈ അടിമത്തത്തെക്കുറിച്ച് കാര്യമായി മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ കഴിയുന്നത്. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് ഇപ്പൊ പോകുന്നില്ല. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടിപ്പിച്ചു കൊണ്ടുവന്ന കഥയൊക്കെ ഏത് ബൈബിൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. എൻ്റെ ചിന്ത ഇന്ന് അങ്ങോട്ടൊന്നും അല്ല. ഞാൻ ഈ പറഞ്ഞ 1-2 വാക്കുകൾ എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുന്ന ചില വാക്കുകളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി മേഖലകളിൽ നിന്ന് നിങ്ങൾക്കൊരു ഡെലിവറൻസ് ഉണ്ട്. ഞാൻ അതാ പറഞ്ഞത്, നമ്മുടെ എല്ലാ ദിവസത്തെയും മീറ്റിംഗ് ചിലത് ഫയർ മീറ്റിംഗ് പോലെ നമുക്ക് തോന്നും, ചിലത് ഭയങ്കരമായിട്ട് നമ്മളൊരു ഉണർവേകുന്ന മീറ്റിംഗ് ആയിരിക്കും. എന്നാൽ ഇന്നത്തെ ഈ മീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ വേർഡിനെ കുറിച്ച് വളരെ കാര്യമായി തന്നെ പഠിച്ച് നമ്മൾ സെൽഫായിട്ട് ആ ബോണ്ടേജ് ബ്രേക്ക് ചെയ്താണ് നമ്മൾ ഇന്ന് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. പ്രൈസ് ടു ജീസസ്. നോക്കുക, അടിമയായിരിക്കുന്ന ഒരവസ്ഥയാണ് അടിമത്തം എന്ന് പറയുന്നത്. എന്താണ് അടിമയായിരിക്കുന്ന അവസ്ഥ? ഒരു ശക്തിയുടെയോ ഒരു സ്വാധീനത്തിൻ്റെയോ അമൂർത്തമായ ശക്തിയുടെയോ
നിയന്ത്രണത്തിൽ ഒരു വ്യക്തി ആയിരിക്കുന്ന അവസ്ഥയാണ് ബോണ്ടേജ്. ഒരു ശക്തിയുടെയോ ഒരു സ്വാധീനത്തിന്റെയോ അതുമല്ലെങ്കിൽ അമൂർത്തമായ ഏതെങ്കിലും ശക്തിയുടെയോ കീഴിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ ആയിരിക്കുന്ന ഒരവസ്ഥയാണ് ബോണ്ടേജ് എന്ന് പറയുന്നത്. അതായത് ആ ശക്തി അറിയാതെ, ആ നിയന്ത്രിക്കുന്ന ശക്തി അറിയാതെ അതിന് വിധേയപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക്, വസ്തുവിന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വതന്ത്രമായി ഒരു ഇച്ഛയോടെ മൂവ് ചെയ്യാനായി കഴിയാത്ത അവസ്ഥ. ഇത് ഒരു വസ്തുവിന്റെ മേൽ മാത്രമല്ല ഈ അടിമത്തം നിലനിൽക്കുന്നത്, ഇത് മനുഷ്യന്റെ മേലും ഈ അടിമത്തം നിലനിൽക്കുന്നു. കാരണം ഒരു വസ്തു അടിമത്തത്തിൽ ഇരിക്കുന്ന പക്ഷം ആ വസ്തുവിന് ഒരു പ്രൊഡക്ടിവിറ്റിക്ക് സാധിക്കാത്തതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയിൽ ഈ അമൂർത്തമായ ശക്തിയുടെ സ്വാധീനമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലെയും പ്രൊഡക്ടിവിറ്റിയെ വളരെ കാര്യമായി തന്നെ ബാധിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ഈ അവസ്ഥ എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ ഒരവസ്ഥയല്ല. ഇത് ഈ അസ്വാഭാവികമായ ഒരവസ്ഥയല്ല. ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ എന്ന് മുതൽ പാപത്തിന്റെ ആരംഭം തുടങ്ങിയോ അന്ന് മുതൽ, അതായത് മനുഷ്യന്റെ സഹകരണത്തോടെ പാപത്തിന്റെ ആരംഭം തുടങ്ങിയോ, വളരെ ശ്രദ്ധിക്കുക ആ വാക്ക്. ഇതിലത്തെ ഓരോ വേർഡും നിങ്ങളെ ഡെലിവർ ചെയ്യുന്ന വേർഡായിരിക്കും. എന്ന് മുതൽ മനുഷ്യന്റെ സഹകരണത്തോടെ പാപത്തിന്റെ വാഴ്ച ഈ ഭൂമിയിൽ ആരംഭിച്ചോ, എന്ന് മുതൽ സാത്താന്റെ ഇഷ്ടം ചെയ്യാൻ മനുഷ്യൻ അവനുമായി അസോസിയേറ്റ് ചെയ്തോ, അന്ന് മുതൽ അവന്റെ നിയന്ത്രണം ഈ ഭൂമിയിൽ ആരംഭിച്ചു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മനുഷ്യന്റെ സഹകരണത്തോടെ ഈ ഭൂമിയിൽ ഇന്ന് നിലനിൽക്കുന്നതായ ഈ ബോണ്ടേജ്, മനുഷ്യന്റെ സഹകരണത്തോടെ ഈ ഭൂമിയിൽ പ്രവേശനം ലഭിച്ചതായ ഈ ബോണ്ടേജ്, മനുഷ്യന്റെ സഹകരണത്തോടെ അവനിൽ നിലനിൽക്കുന്നതായ ഈ ബോണ്ടേജ്, അവന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ, അവന് മുറിച്ചു മാറ്റണമെങ്കിൽ നിശ്ചയമായിട്ടും ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ, ഈ പുതുനിയമത്തിൽ വിശുദ്ധ ബൈബിൾ അതിന് ഉറപ്പ് തരുന്നു. അത് നമുക്ക് സുനിശ്ചിതമായിട്ടും ചെയ്ത് ചെയ്യാവുന്ന, ചെയ്ത് ഡെലിവർ ആകാവുന്ന, ചെയ്ത് പൂർണ്ണ ജയമെടുക്കാവുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. അതിനാണ് ഞാൻ തുടക്കത്തിൽ ആ വേർഡ് വായിച്ചത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട്, ഞാനും നിങ്ങളും മാംസരക്തങ്ങളാൽ ജനിച്ചവരാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വജ്രം കൊണ്ട് ജനിച്ച വ്യക്തിയല്ല, രത്നം ധരിച്ചിരുന്ന വ്യക്തിയല്ല, അവൻ സ്വർണത്തിൽ ഉണ്ടാക്കിയ വ്യക്തിയല്ല, അവനൊരു ബിംബമല്ല. അവനും എന്നെയും നിങ്ങളെയും പോലെ മനുഷ്യ ജഡരക്തങ്ങളാൽ ജനിച്ചവൻ തന്നെയാണ്. അപ്പോ മക്കൾക്കു വേണ്ടി കർത്താവ് ആ ജഡരക്തങ്ങളോടുകൂടെ ഈ ഭൂമിയിലേക്ക് വന്നത് അതേ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു പ്യൂരിഫിക്കേഷൻ, ഒരു ഡെലിവറൻസ്, ഒരു ബ്രേക്ക് ത്രൂ, ഒരു പാപമോചനം, ഒരു ശാപമുക്തി, ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായതുകൊണ്ട് തന്നെയാണ്. അതേ ജഡരക്തങ്ങളോടുകൂടെ കർത്താവായ യേശുക്രിസ്തുവിനെ എപ്പോൾ ക്രൂശിക്കാൻ ഏൽപ്പിച്ചോ അന്ന് നമുക്കൊരു വിടുതലിനുള്ള മേഖല തുറന്നു കിട്ടിയിരിക്കുകയാണ്. ഞാൻ അവിടുന്ന് പിന്നെ കൂടുതൽ അങ്ങോട്ട് ഞാൻ സംസാരിക്കുന്നില്ല, ആവശ്യമെങ്കിൽ ഞാൻ ആ മേഖലയിലോട്ട് വരാം. എന്തായാലും ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ, ഇന്ന് എന്നെ ഈ സബ്ജക്റ്റ് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മരണത്തിന്റെ സ്വാധീനം പല മേഖലകളിലും കിടപ്പുണ്ട്. മരണത്തിന്റെ സ്വാധീനം ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. മരണത്തിന്റെ സ്വാധീനം
പല മേഖലകളിൽ കിടപ്പുണ്ട്. ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ 4 ദിവസം മുന്നേ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിന്റെ പേരെന്താന്ന് നിങ്ങൾക്കറിയാവോ? 4 ദിവസം മുന്നേ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മ കാണാൻ സാധ്യത വളരെ കുറവാ. അന്നേ ദിവസം ഉച്ചത്തെ ലഞ്ചിന്റെ കറി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. അന്നേ ദിവസം തന്നെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് മൂന്നാമത് ചെയ്ത കാര്യം എന്താന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. അപ്പൊ അവിടെ എല്ലാം നമുക്ക് ലോസ് ആകുകയാണ്. നമ്മുടെ മെമ്മറി ലോസ് ആകുന്നു. അത് നാച്ചുറൽ അല്ലേ പാസ്റ്ററെ? എങ്ങനെ അത് നാച്ചുറലായി? എങ്ങനെ ഈ മറവി എന്ന് നമ്മുടെ ലൈഫിൽ വന്നു? നമ്മുടെ തലച്ചോറിന് എങ്ങനെ ഈ ഒരു മറവി എന്നൊരു സംഭവം വന്നു? അല്ലെങ്കിൽ മരണം എന്നൊരു സംഭവം, മരിച്ചുപോയതല്ലേ, ആ ഓർമ്മ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ, അത് റിക്കളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ നമ്മുടെ ലൈഫിൽ റിക്കളക്ട് ചെയ്തെടുക്കാൻ കഴിയാത്തതും റിക്കളക്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതുമായ കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. അതിൽ റിക്കളക്ട് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൽ പൂർണ്ണ ജയകരമായ ഒരു ജീവിതം. ഞാൻ തമാശ പറഞ്ഞതല്ല, ഞാനൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് പറഞ്ഞതുമല്ല. ക്രിസ്തുവിൽ പൂർണ്ണ ജയകരമായ ഒരു ജീവിതം ബൈബിൾ ഓഫർ ചെയ്യുന്നു. അത് അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്നവർ മാത്രം ചെയ്താൽ മതി. പക്ഷെ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഏറെക്കുറെ ആൾക്കാർക്കൊക്കെ എൻ്റെ ടെസ്റ്റിമണി കുറച്ചെങ്കിലുമൊക്കെ അറിയായിരിക്കും. എന്തായാലും എന്നെപ്പോലൊരു വ്യക്തി അങ്ങനെ ഒരു വാക്ക് പറയണമെങ്കിൽ, അങ്ങനെ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയണമെങ്കിൽ അനുഭവമുണ്ട്. പൂർണ്ണ ജയകരമായ ഒരു ജീവിതം ഒരു ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ വീണ്ടും ജനിച്ച ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വീണ്ടും ജനിച്ച അനുഭവത്തിൽ അവൻ തുടരുമ്പോഴാണ്. ഞാൻ നിങ്ങളുമൊക്കെ ഒരു ദൈവദാസന്റെ കൈകീഴിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കേണ്ടതിനായി സ്നാനമേറ്റു പുതുജനനം പ്രാപിച്ചു. അന്ന് നമ്മൾ പുതുജനനത്തിന്റെ അനുഭവത്തിലല്ല ഓരോ ദിവസവും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പല തരത്തിലുള്ള അറ്റാക്കുകൾ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, പല തരത്തിലുള്ള സ്പിരിച്വൽ അറ്റാക്കുകൾ, സ്പിരിച്വൽ വാർഫെയറുകൾക്കകത്തുകൂടെയാണ് ഓരോ ദിവസവും ഞാനും നിങ്ങളും മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എത്രയോ അടഞ്ഞു കിടക്കുന്ന ഡോറുകളെ തള്ളിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നറിയാവോ? ഹല്ലേലൂയ. ആ പൂർണ്ണമായിട്ടുള്ള ഫുൾ ഫ്ലഡ്ജിലുള്ള ഒരു സ്പിരിച്വൽ ലൈഫ് ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിന്റെ സഹകരണത്തോടു കൂടെയാണ് ചെയ്യാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിനോടുള്ള സഹകരണവും പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിറവിലുള്ള ഒരു ജീവിതത്തിലാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. യേശു ക്രിസ്തുവിനെ എവിടെയും ഒരു പിതാവിലുള്ള ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടായിരുന്നതല്ലാതെ മറ്റൊരു പ്രപഞ്ചത്തിൽ നിന്നുള്ള സ്ട്രോങ് ഹോൾഡും യേശുവിന്റെ മേൽ ഉണ്ടായിരുന്നില്ല. അറ്റാക്ക് ഉണ്ടായിരുന്നില്ലെന്നല്ല, യേശുവിന്റെ മേൽ ആ സ്ട്രോങ് ഹോൾഡ് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാ? ഇതേ യേശുവിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവൻ ജഡരക്തങ്ങളോടുകൂടി ഉള്ളവൻ തന്നെയാണ്. എന്നെയും നിങ്ങളെയും പോലെ ജഡരക്തങ്ങളോടുകൂടി ഉള്ളവൻ തന്നെയാണ്. എന്നാൽ യേശുക്രിസ്തുവിന് പൂർണ്ണ ജയകരമായ ഒരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. നമ്മൾ വളരെ സൂക്ഷ്മമായി യേശുവിനെ പഠിക്കണം. അത് പൗലോസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവനെ സൂക്ഷിച്ചു നോക്കുവിൻ. നമ്മൾ എത്ര പേര് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്? നമ്മൾ എത്ര പേര് യേശുവിനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്? നമ്മൾ യേശുവിനെ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഞാനും നിങ്ങളും ആകാൻ പോകുന്നത് മരിച്ചവനെ ഉയർപ്പിക്കുന്ന ഒരുവനായിട്ടല്ല, ആദ്യം ഒരു ഹംബിൾ പേഴ്സണായി മാറും. ആമേൻ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഞാനും നിങ്ങളും ഒരു ഹംബിൾ പേഴ്സണായി മാറും. യേശുവിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ സകല കൃപാവരങ്ങളും ആക്ടിവേറ്റഡ് ആയ, സകലതും തന്റെ വാക്കിന് നിലനിൽക്കുന്ന, സകലത്തെയും തന്റെ അധികാരത്തിൽ തത്വത്തിന്റെ മുദ്ര കൊണ്ട് നിലനിർത്തുന്ന
ആമേൻ, ആമേൻ. പിന്നെ ഞാനൊന്നും പറയണ്ടല്ലോ, യേശുവിനെ കുറിച്ച് വർണ്ണിക്കണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞത് നമ്പർ 1, നമ്മൾക്കൊരു നല്ല ശക്തമായ പ്രാർത്ഥനാ ജീവിതം നമുക്ക് ഉണ്ടാകുക. നമ്പർ 2, നമ്മൾ ഏതെങ്കിലും ഒരു അവസ്ഥയ്ക്കകത്താണെങ്കിൽ അത് എന്തവസ്ഥയാണ് എന്ന് നാം വ്യക്തമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കുക. ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്കതിനെ റെബ്യൂക്ക് ചെയ്യാനോ നമുക്കതിനെ ബ്രേക്ക് ചെയ്യാനോ ഒക്കെ തന്നെ നമുക്ക് സാധിക്കുകയുള്ളൂ. തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2:26, 2-ാം അധ്യായം 2:26. പിശാചിനാൽ 25 മുതൽ വായിക്കാം. വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതും ആകുന്നു. തിമോത്തിയോസിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മനിയോഗത്തോടെ പൗലോസ്ലീഹ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തന്നെ ഒരിടത്ത് കൊണ്ടൊക്കെ നിർത്തി തന്നെ ആ അവിടുത്തെ കാര്യങ്ങളും ആ പട്ടണത്തിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ച് അദ്ദേഹം അവിടുന്ന് വഴുതി പോകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് തൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ താൻ അനുഭവിച്ച ചില ബുദ്ധിമുട്ടുകളെയൊക്കെ കുറിച്ച് തിമോത്തിയോസിനെ പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന ഒരു അതിശക്തമായ സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾ കേൾക്കേണ്ടത്. പിശാചിനാൽ പിടിപെട്ട്. അപ്പോ ഒരു ദേശത്തിന്റെ കുഴപ്പമല്ല ആ ദേശം നന്നാകാത്തത്, ആ സമൂഹത്തിന്റെ കുഴപ്പമല്ല ആ സമൂഹം നന്നാകാത്തത്, ഒരു വ്യക്തിയുടെയും കുഴപ്പമല്ല ആ സമൂഹം നന്നാകാത്തത്. ഓരോ വ്യക്തികളെയും സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അവർ കുടുങ്ങിപ്പോയിരിക്കുന്ന ആ ഒരു കുടുക്ക് നിമിത്തമാണ്, ആ ഒരു പിടി നിമിത്തമാണ് അവർക്കതിനകത്ത് ഒരു 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 വിടുതൽ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഒരു നന്മ ആ ഏരിയയിൽ ഉണ്ടാകാത്തത്. ഒരു ദേശം, ഞാൻ ചില ദേശത്ത് ഞാൻ പ്രവേശിക്കുമ്പോൾ, ഞാൻ ചില പട്ടണങ്ങളിലോട്ട് കാല് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ചില ഏരിയാസ് ഞാൻ സന്ദർശിച്ചു പോകുമ്പോൾ എന്നെ വല്ലാതെ ആ ഏരിയ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്, എന്നെ വല്ലാതെ ആ ഏരിയ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. ചില വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ചില ലൊക്കാലിറ്റിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ചില ജില്ലയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ എൻട്രി, ആ ഒരു ബൗണ്ടറി, ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു ജില്ലയുടെ പ്രത്യേകമായ ഒരു സ്ഥലം അതിന് വല്ലാതെ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. ആ ദേശത്ത് വ്യാപരിക്കുന്ന അല്ലെങ്കിൽ ആ ദേശത്തെ അവകാശം ചൊല്ലി വെച്ചിരിക്കുന്ന ചില സ്പിരിറ്റിൽ നിന്ന് ആ ദേശം വിടിവിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതല്ല ആ ഏരിയയുടെ അനുഭവം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ചില സ്ഥലങ്ങൾ ഒട്ടും തന്നെ അങ്ങോട്ട് വികസനം പ്രാപിക്കത്തില്ല. ചില സ്ഥലങ്ങൾ, ചില ഏരിയ, ആ പഞ്ചായത്തിലെ ബാക്കി എല്ലാ സ്ഥലത്തും നല്ല വികസനമാണ്. പക്ഷേ ആ ഒരു പ്രത്യേക സ്ഥലം മാത്രം അന്നും ഇന്നും 20 വർഷം മുന്നേ 40 വർഷം മുന്നേ കിടന്ന അതേ അവസ്ഥ, അതേ കട, അതേ രീതികൾ, അതേ ജനങ്ങൾ, അതേ വസ്ത്രധാരണം, അതേ സംസ്കാരം, അതേ ടേസ്റ്റ്, ആ ഒരു ലെവലിൽ നിന്ന് ഒരല്പം പോലും മുമ്പോട്ട് പോകാൻ ആ ഏരിയയെ വിടത്തില്ല. അത് ആ ഏരിയയുടെ കുഴപ്പമല്ല. ഹല്ലേലൂയ. പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ എന്ന് പറയുമ്പം പിശാച് പിടിക്കുന്നത് ഒരു വ്യക്തിയെ മാത്രമല്ല. പിശാച് പിടിക്കുന്നത് ഒരു വസ്തുവിനെ പിടിക്കും, ഒരു സംസ്ഥാനത്തെ പിടിക്കും, ഒരു രാജ്യത്തെ പിടിക്കും. എല്ലാത്തിന്റെ മേലും പിശാച് അവകാശം പറയും. സാത്താൻ എവിടെയെങ്കിലും ഒന്ന് കേറിയാൽ മതി, സാത്താൻ അവകാശം പറയും. ഇവൻ പിടിക്കുന്നത് കുടുക്കാനാണ്. ഹല്ലേലൂയ. ഇവൻ പിടിക്കുന്നത് കുടുക്കാനാണ് എന്ന് വെച്ചാൽ
അതൊരു വസ്തുവിൻ്റെ ആണെങ്കിലും, അതൊരു സംസ്ഥാനത്തിൻ്റെ ആണെങ്കിലും, അതൊരു പഞ്ചായത്തിൻ്റെ ആണെങ്കിലും, അതൊരു വ്യക്തിയുടേതാണെങ്കിലും സ്വാതന്ത്ര്യത്തിന് നേരെയാണ് അവൻ ഫൈറ്റ് ചെയ്യുന്നത്. ആ സ്ഥലത്തെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് നേരെയാണ് അത് ഫൈറ്റ് ചെയ്യുന്നത്. ഗ്ലോറി ടു ജീസസ്. എത്ര പേർക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട്? സ്വാതന്ത്ര്യത്തിന് നേരെ. അപ്പോൾ ഇവിടെ തിമോത്തിയോസിനോട് പറയുകയാണ്, പിശാചിനാൽ, ഇത് മനുഷ്യന്റെ കാര്യമാട്ടോ പറയുന്നത്, വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി. ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ജ്ഞാനത്തിന്റെ വാക്കുകളാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ സാത്താന് എവിടെയൊക്കെ അവന്റെ കുടുക്കിട്ടിട്ടുണ്ടോ, അവൻ എവിടെയൊക്കെ നമ്മെ ബോണ്ടേജിനകത്ത് അവൻ ലോക്ക് ചെയ്തിട്ടുണ്ടോ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വേർഡ് എന്ന കണ്ണാടിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ വേർഡ് എന്ന മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കുമ്പോഴാണ് സൂക്ഷ്മമായി നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വൈറസ് ആണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും അണുക്കളെ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത്. ഇതിനെ കണ്ടെത്തി കില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലാസ്റ്റ് നടപടി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ വചനമാകുന്ന മൈക്രോസ്കോപ്പിലൂടെ നോക്കാത്ത ഒരു വ്യക്തിക്കും ഇതിന്റെ അകത്തുനിന്ന് ഒരു മോചനം ഉണ്ടാകുകയില്ല. വേർഡിനെ കൂടാതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. വേർഡിന്റെ ബേസിൽ നമ്മൾ പറയുന്നതാണ് അവൻ അസ്വസ്ഥത. വേർഡിന്റെ ബേസിൽ നമ്മൾ പഠിക്കുന്നതാണ് അവന് ബുദ്ധിമുട്ട്. വേർഡ് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്താൽ, വേർഡ് പറഞ്ഞ് നമ്മൾ ഡിമാൻഡ് ചെയ്താൽ അവൻ പോയേ പറ്റൂ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലായി? ഹല്ലേലൂയ. അപ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പിശാചിനാൽ പിടിപെട്ട് വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും, പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച്. നിങ്ങൾ മനസ്സിലാക്കിയോ? പിശാചിനാൽ പിടിപെടുന്ന വ്യക്തി കുടുങ്ങുന്നത് എവിടാന്നറിയാമോ? അവന്റെ സുബോധത്തിനകത്ത്. ആദ്യം അവൻ നിർവീര്യമാക്കുന്നത് ഒരുവന്റെ ബുദ്ധിയാണ്. ആദ്യം നിർവീര്യമാക്കുന്നത് ഒരുവന്റെ ബുദ്ധിയാണ്. അതുകൊണ്ടാണ് ആദ്യമായി വിശ്വാസത്തിൽ വരുന്ന ഒരു വ്യക്തി എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ വിടുതലിന് വേണ്ടിയിട്ടായിരിക്കും വരിക. പക്ഷെ സാത്താൻ പരമാവധി പോരാടുന്നത് ആ വിഷയത്തിനൊരു വിടുതൽ ലഭിക്കരുതെന്നുള്ളത് കൊണ്ടാണ്. തൽഫലമായി അല്പവിശ്വാസത്തിലാണ് ആ വിശ്വാസി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തിന് നേരെ പഴി പറഞ്ഞ്, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ശപിച്ചിട്ട് അവൻ വിട്ടേച്ച് പൊക്കളയും. അത് ആ മനുഷ്യന്റെ സുബോധം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. എന്നാൽ ശരിക്കും സുബോധമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല എന്ന് യാക്കോബ് പറയുന്നത് പോലെ, എന്റെ ഈ പരീക്ഷയ്ക്ക് പിന്നിൽ എന്നെ ഈ പരീക്ഷയ്ക്കകത്ത് കൊണ്ടുവന്നവൻ തന്നെയാണ് എന്ന ഒരു ബോധ്യത്തിലും അനുമാനത്തിലും ആ വ്യക്തി എത്തപ്പെടും. ഗ്ലോറി ടു ജീസസ്. ഇതാ പറയുന്നത്, പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ്. ഇതൊരു പൗലോസിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇതൊരു തിമോത്തിയോസിന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഫിലിപ്പോസിന് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. യേശുക്രിസ്തുവിനും, ശ്രദ്ധിച്ച് കേൾക്കുക, യേശുക്രിസ്തുവിനും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. യേശുക്രിസ്തുവിനും ഇത് ചെയ്യണമെങ്കിൽ ദീപു കൃഷ്ണ എന്ന വ്യക്തിയുടെ പൂർണ്ണ സഹകരണം ആവശ്യമാണ്. പൂർണ്ണമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്. കാരണം എന്റെ അജ്ഞതയിലൂടെയാണ് പലതും സാത്താൻ എന്നിൽ സ്ഥാപിച്ചിട്ടിരിക്കുന്നത്. എന്റെ അറിവില്ലായ്മയിലൂടെയാണ് പലതും സാത്താൻ എന്റെ മേൽ ഡിമാൻഡ് ചെയ്തിട്ടിരിക്കുന്നത്, കുടുക്കിയിട്ടിരിക്കുന്നത്. എന്റെ അലസതയിലൂടെയും അശ്രദ്ധയിലൂടെയുമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. എത്ര പേർ പൂർണ്ണ ശ്രദ്ധയോടെ ഇതിനെ കൈക്കൊണ്ടു എന്ന് എനിക്കറിയില്ല. അപ്പൊ എന്റെ അശ്രദ്ധയിലൂടെയാണ് സാത്താൻ പലതും ഇതിനകത്ത് സ്ഥാപിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ എന്റെ പൂർണ്ണമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിന് പോലും ഇത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇന്ന് രാവിലെ ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഞാനുമായിട്ട് സംസാരിച്ചു. എന്നോട് ചോദിച്ചു, പാസ്റ്റർ, ഞാൻ ഒരിടത്ത് മീറ്റിങ്ങിന് പോയി. ആ ദൈവദാസൻ എല്ലാവരുടെയും തലയിൽ കൈവയ്ക്കുന്നു, എല്ലാവരും വീഴുന്നു. അദ്ദേഹം തൊടാൻ വരുന്നതിന് മുന്നേ തെറിച്ച് പോയി വീഴുന്നു. രാവിലെ പോയ മീറ്റിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്, ഉച്ചയ്ക്കാ സംസാരിക്കുന്നത്. പക്ഷെ എന്റെ തലയിൽ വന്ന് കൈവച്ചു, ഞാൻ വീണില്ല. അതെന്താ പാസ്റ്റർ അങ്ങനെയെന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടുള്ള സംശയം,
കാരണം അത് ചോദിക്കാൻ ഏറ്റവും നല്ല യോഗ്യൻ എന്നോട് തന്നെയാണ് ചോദിക്കേണ്ടത്. കാരണം ഇത് ഞാൻ എന്നോട് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഇതൊക്കെ കള്ളത്തരമല്ലേ പാസ്റ്റർമാരെ എന്നൊക്കെ ഞാൻ പറഞ്ഞതാ. എന്തൊരു കള്ളത്തരായി പാസ്റ്റർമാരൊക്കെ കാണിക്കുന്നത്, ഇതൊക്കെ പറഞ്ഞു വെച്ച് ചെയ്യിക്കുന്നതാ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് നേരെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് നേരെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാതെ ആരോപണം ഉന്നയിക്കരുത്. വലിയ ശാപത്തിന് കാരണമായി തീരും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ ഒന്നും ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവദാസന്മാർക്കും ക്രിസ്തുവിൽ മറഞ്ഞ വിശുദ്ധന്മാർക്ക് പോലും പൂർണ്ണമായിട്ട് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി, നമ്മുടെ ഈ നെല്ലരി കഴിക്കുന്ന നമ്മുടെ ഈ തലച്ചോറ് കൊണ്ട് നമ്മൾ ചിന്തിച്ചാലൊന്നും അത് ഗ്രഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നമ്മേക്കാൾ അല്പം മാത്രം താഴ്ത്തി. ആ താഴ്ച ഒരു വല്ലാത്ത താഴ്ചയാ. നമ്മേക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ സൃഷ്ടിക്കാം. മോനെ, ഇനി അത്രയും കൂടെ ഉയർന്നാലേ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോ ഞാനിത് ചോദിച്ച ചോദ്യം, ഇതിനകത്തെല്ലാം കള്ളത്തരയില്ലേ പാസ്റ്റർമാരെ? പക്ഷേ എന്റെ മേൽ ആത്മാവ് വന്നപ്പോ എന്നെ തന്നെ കർത്താവ് കൺവിൻസ് ചെയ്യിച്ചു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇങ്ങനെയും കൂടെ ഒരു മുഖമുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഡിയർ, അതിന് കാര്യം വേറെ ഒന്നുമല്ല, ഇതിന് പൂർണ്ണമായ സഹകരണം ആവശ്യമാണ്. എത്ര അഭിഷേകമുള്ള, ഇനിയിപ്പോ ബെന്നിഹിൻ വന്നാലും ഇനിയിപ്പോ ഏത് വലിയ ദൈവദാസന്മാര് വന്നാലും നിങ്ങളുടെ തലയിൽ കൈവച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സംശയ ദൃഷ്ടിയോടുകൂടെയോ അല്ലെങ്കിൽ ഇയാൾക്ക് പറ്റുമെങ്കിൽ ഞാൻ എന്ന മലയെ ഒന്ന് തള്ളി താഴെയിടുന്ന് പറഞ്ഞാലോ ഒന്നും അത് വീഴത്തില്ല. നമ്മളൊന്ന് വിധേയപ്പെടുത്തി കൊടുത്താൽ, സഹകരിച്ചാൽ ആ വ്യക്തിയുടെ കൈ പോലും വേണമെന്നില്ല, ആ വ്യക്തിയുടെ വേർഡിലൂടെ ദൈവം നിന്നെ തൊടും. ഇതല്ലേ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിൽ കൈവച്ചിട്ടാണോ സൗഖ്യങ്ങൾ നടന്നിട്ടുള്ളത്? എത്രയോ പേര് സൗഖ്യങ്ങളുടെ സാക്ഷ്യം പറയും. ഞാൻ നിങ്ങളുടെ ആരെങ്കിലും തലയിൽ കൈവച്ചിട്ടാണോ ചൂട് നിങ്ങളുടെ മേൽ അനുഭവപ്പെട്ടത്? അല്ല. നിങ്ങൾ അതുമായി സഹകരിച്ചപ്പോൾ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ, ദൈവവചനത്തിൽ വിശ്വസിച്ചപ്പോൾ, നിങ്ങളിൽ ആ ദാഹം ഉണ്ടായപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുന്നതാണ് മിനി ജിജി ആൻറ്റി പൂർണ്ണമായ സ്വാതന്ത്ര്യം. അതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ഇവിടെ പ്രത്യേകിച്ച് ബോണ്ടേജിനകത്ത് പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം സംഭവിച്ചേ മതിയാകുകയുള്ളൂ, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ക്യാൻസറസ് ആയിട്ട് അത് പ്രവർത്തിക്കും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഭയാനകമായിരിക്കും അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. അടിമത്തം ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അടിമത്തത്തിന്റെ ഒരു സ്വാധീനം ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അത് ഏത് തരത്തിലുള്ള അടിമത്തങ്ങളും ആയിക്കോട്ടെ. ഞാനിവിടെ 14 തരത്തിലുള്ള അടിമത്തങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് 14 തരത്തിലുള്ള അടിമത്തം മാത്രം അല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 14 തരത്തിലുള്ള അടിമത്തം ഒന്നുമല്ല, 14 ഒന്നുമല്ല. അപ്പൊ ജീവിതത്തിലുണ്ടെങ്കിൽ അവന് ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുക, പ്രൊഡക്റ്റീവ് ആകുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോ തിമോത്തിയോസിനോട് പറയുന്ന ഇതാണ്, പിശാചിനാൽ പിടിപെട്ടിട്ട്. അപ്പൊ പിശാചിനാൽ പിടിപെട്ട ഒരു വ്യക്തി അവൻ കുടുങ്ങിയത് തന്നെയാണ്. വചനം പറയുന്നു, പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ. കണ്ടോ, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതേണ്ട കാര്യമുണ്ടോ പൗലോസിന്? And they may come to their senses and escape from the snare of the devil after being captured by him to do his will, correcting his opponent with gentleness. God may perhaps grant them repentance leading to a knowledge of the truth, and they may come to their senses and escape from the snare of the devil after being captured by him to do his will. പിശാചിന്റെ കണിയിൽ നിന്ന്, കുടുക്കിൽ നിന്ന് ഒരു വ്യക്തി രക്ഷപ്പെടണമെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ അതാ പറഞ്ഞു, ഇന്നത്തെ എന്റെ വേർഡ് നിങ്ങൾ കളയരുത്. പിശാചിന്റെ കുടുക്കിൽ നിന്ന് ഒരു വ്യക്തി രക്ഷപ്പെടണമെങ്കിൽ അവന്റെ പിടിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. ശ്രദ്ധിച്ചൊന്നുകൂടെ കേട്ടോ. ഇനി പിശാചിന്റെ കുടുക്കിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോ, ഒരു മീറ്റിങ്ങിന് പോയപ്പോ പിശാചിന്റെ കുടുക്കിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ പിശാചിന്റെ പിടിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു എന്നർത്ഥമില്ല.
അത് മനസ്സിലാകണമെങ്കിൽ സൗഖ്യമായ രോഗങ്ങൾ വീണ്ടും വീണ്ടും വരുന്നു, വിട്ടുപോയ ബാധ വീണ്ടും വീണ്ടും വരുന്നു, ശാസിച്ച സ്വപ്നങ്ങൾ വീണ്ടും വീണ്ടും കാണുന്നു, ഉപേക്ഷിച്ച ദുർശീലം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, വേണ്ടാന്ന് വെച്ച കൂട്ടുകെട്ടിലേക്ക് വീണ്ടും പോകാൻ തോന്നുന്നു, വേണ്ട എന്ന് വിചാരിച്ച പല ശീലങ്ങളും വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുന്നു എന്ന് തുടങ്ങി പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് ലിസ്റ്റ്. സമയം കഴിയുകയും ചെയ്തു. ഇത് പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടും കേവലം ഒരു പ്രാർത്ഥനയിലൂടെ അവന്റെ ഒരു കുടുക്ക്, ഒറ്റ കുടുക്ക്, ഒരെണ്ണം മാത്രം, പല കുടുക്കുകളിൽ ഒരു കുടുക്ക് മാത്രം പൊട്ടിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത്. താൽക്കാലികമായ ഒരു ശമനം എന്നൊക്കെ നമുക്ക് അതിനെ പറയാം. താൽക്കാലികമായ ശമനത്തിലൂടെ സാത്താൻ നിങ്ങളെ സ്വാധീനിക്കാൻ ഇടവരരുത്. താൽക്കാലികമായ ശമനത്തിലൂടെ സാത്താൻ നിങ്ങളെ സ്വാധീനിക്കാൻ ഇടവരരുത്. ഹല്ലേലൂയ. അപ്പൊ പിശാചിന്റെ പിടിയിൽപ്പെട്ട ഒരു വ്യക്തി കുടുക്ക് മാത്രം പൊട്ടിക്കുകയല്ല വേണ്ടത്, അവന്റെ പിടിയെ തന്നെ അവൻ പിടിച്ച കയ്യെ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്ത് കളയുകയാണ് ചെയ്യേണ്ടത്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനായി ആഗ്രഹിക്കുന്നത്. കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ചിട്ട്, ഇനി അടുത്തത്, സാത്താന്റെ ഒരു കെട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് പൊട്ടിയാൽ, അല്ലെങ്കിൽ അവന്റെ പിടി നമ്മിൽ നിന്ന് വിട്ടാൽ, നമ്മളൊരു പുതിയ വ്യക്തിയായി തന്നെ മാറുകയാണ്. പുതിയൊരു വ്യക്തി, പുതിയൊരു ശീലം, പുതിയ ഒരു വ്യക്തിത്വം നമ്മളിൽ ഉണ്ടാകുകയാണ്. കാരണം നമുക്കൊരു സുബോധം, നമ്മുടെ സെൻസുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓപ്പൺ ചെയ്തു തരും. നമുക്കൊരു സുബോധം ഇല്ലാത്തത് കൊണ്ടാണ്, നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്, നിങ്ങളാരും അൺകോൺഷ്യസ് ആയി നടക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ശരിക്കും ദൈവം നമ്മെ സൃഷ്ടിച്ച സമയത്തുള്ള ബോധം നമുക്കില്ല, ആർക്കും ഇല്ല. അതുകൊണ്ടാണ് ഒരു വഴിയെ നമ്മൾ പലവട്ടം പോയിട്ടും ഇവിടെ എവിടെയോ ആയിരുന്നല്ലോ, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട് ഇവിടെ എവിടെയോ ആയിരുന്നല്ലോ, ആ ടൈലർ ഷോപ്പ് ഇവിടെ എവിടെയോ ആയിരുന്നല്ലോ, ആ ATM എന്ന് നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ ഇവിടെ എവിടെയോ അന്ന് വന്നപ്പോൾ ഈ ഇടവഴിയിൽ എവിടെയോ ആണല്ലോ അയാളുടെ വീട്. നമ്മൾ ഇങ്ങനെ കിടന്ന് പരതുന്നത് അതുകൊണ്ടാണ്. ദൈവം സൃഷ്ടിച്ച സമയത്തിൽ എവിടെയും മരണമില്ല. ഞാൻ അതാ പറഞ്ഞത്, കഥാപാത്രങ്ങളിൽ ഒന്ന് മരണം, ബുദ്ധിക്ക് സംഭവിക്കുന്ന മരണം, ശരീരത്തിന്റെ കോശങ്ങൾക്ക് സംഭവിക്കുന്ന മരണം, പ്രതീക്ഷകൾക്ക് സംഭവിക്കുന്ന മരണം, ബ്ലെസ്സിങ്സിന് സംഭവിക്കുന്ന മരണം, മരണവും ഈ മരണത്തെ ചൊല്ലിയുള്ള ഭീതി, ഇത് നമ്മളെങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക, ഇതിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംവിധാനത്തെ നമ്മൾ ഇന്ന് രാത്രി ബ്രേക്ക് ചെയ്ത് കളയണം. ഹല്ലേലൂയ. നന്നായി ഞാൻ ഇന്ന് ഈ ടോപ്പിക് ഇന്ന് എടുത്തത്. ഞാൻ ആ സ്പെഷ്യൽ ഡെലിവറൻസ് മീറ്റിങ്ങിനകത്ത് എടുക്കാനിരുന്നെങ്കിൽ അതൊരു ദിവസമായാലും തീരത്തില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഇപ്പൊ തന്നെ എങ്ങും എത്തിയിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. എത്തുന്നവരെ എത്തട്ടെ. അപ്പോ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച്, നിങ്ങൾ മനസ്സിലാക്കണം, പിശാചിന്റെ കെണി ആദ്യം പൊട്ടും. 2, നമ്മൾ ആവർത്തിച്ച് കൽപ്പിക്കുന്നതിലൂടെ പിശാചിന്റെ പിടി രണ്ടാമത് പൊട്ടും. 3, അവന്റെ പിടി പൊട്ടുന്നതോടുകൂടെ നമ്മളിൽ ഒരു സുബോധം വന്നു ചേരും. ഈ സുബോധത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ഞാൻ ചെയ്യേണ്ടത് അവന്റെ കെണിയിൽ നിന്ന് പിന്നെ ഒഴിയണം. മനസ്സിലായോ? അവന്റെ കെണിയിൽ നിന്ന് പിന്നെ ഒഴിയണം. പിന്നെ അവിടെ കയറി വട്ടം ചുറ്റി നിൽക്കരുത്. ഹല്ലേലൂയ. അവൻ എത്ര സ്റ്റേജ് ആണ് പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ട് ചെയ്യിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഇനി പറയുക, എന്റെ സഹകരണം ഇല്ലാതെ ആത്മാവിൽ എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്റെ സഹകരണമില്ലാതെ ചെയ്യാൻ പറ്റില്ല. എന്റെ സഹകരണം അത് വേറെ ഭയങ്കര ടോപ്പിക്. നമ്മുടെ മനസ്സ് ഫുൾ വിട്ടുകൊടുക്കണം, നമ്മുടെ എല്ലാ പിണക്കം നമ്മൾ കളയണം, നമ്മുടെ എല്ലാ ഇമോഷണലി നമ്മൾ വലിച്ചു കയറ്റി വെച്ചേക്കുന്ന നമ്മുടേതായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവകാശം കൊടുത്തിരിക്കുന്ന സകല ഗാർബേജസും നമ്മൾ പുറന്തള്ളണം. പിശാചിന്റെ കെണിയിൽ നിന്ന് ഒഴിയുക എന്ന് പറയുന്നത്, എന്നെ കേൾക്കുന്ന സുഹൃത്തെ, കെണി എന്ന് പറയുന്നത് നമ്മുടെ വികാരങ്ങൾക്കകത്ത് നമ്മുടെ പ്രാണനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവങ്ങളാണ്. കെണി പ്രാണനിലാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഓരോ ഇഷ്ട അനിഷ്ടങ്ങൾക്കകത്തുണ്ട് കെണി. ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം? ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റാ. ഞാൻ ഇങ്ങനെ പുറത്തു നിന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വളരെ ഡീപ്പാണ്. ഈ പിശാചിനാൽ പിടിപെട്ടിട്ട് കുടുങ്ങിയവർ എന്നുള്ള സബ്ജക്റ്റ് തന്നെ നമുക്ക് ഒത്തിരി സംസാരിക്കാനുണ്ട്.
പിശാചിനാൽ പിടിപെട്ട വ്യക്തി ഏതെല്ലാം രീതിയിൽ പിടിപെടും, അവന്റെ കുടുക്ക് ഏതൊക്കെ രീതിയിലാണ്, അത് കഴിഞ്ഞിട്ട് സുബോധം പ്രാപിച്ചവൻ അവന്റെ കെണിയിൽ നിന്ന് ഒഴിയണം. സുബോധം പ്രാപിച്ചവൻ എന്ന് പറയുമ്പോൾ ഈ കെണിയും ഈ പിടിയും ഈ കുടുക്കും എന്നിൽ വരാൻ സാത്താന് ലീഗലി എന്നിൽ നിന്ന് ലഭിച്ച റൈറ്റ്സ് എന്താണ്? ഇപ്പൊ ഒരു കാര്യം പിടികിട്ടി. സാത്താന് ലഭിച്ച ലീഗൽ റൈറ്റ്സിലൂടെയാണ് പിശാചന്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. അവന്റെ ലീഗൽ റൈറ്റ്സ് ആണ് നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടത്. നിയമപരമായിട്ടുള്ള പ്രവേശനത്തെ നാം ഇന്ന് രാത്രി ബ്രേക്ക് ചെയ്യണം. Glorious fire, glorious fire, glorious fire, glorious fire, glorious fire, glorious fire. കത്തട്ടെ കത്തട്ടെ കത്തട്ടെ, അവിടെ കത്തട്ടെ 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 കത്തട്ടെ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിന്റെ പ്രവൃത്തികൾ പല സ്ഥലങ്ങളിലും വെളിപ്പെടുന്നുണ്ട്. ആമേൻ. അപ്പോ അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള എൻട്രി എന്നിൽ സാത്താൻ അവകാശം ലഭിക്കണമെങ്കിൽ ഞാൻ റൈറ്റ് കൊടുത്താലേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കൊച്ചു 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 സ്വഭാവങ്ങൾ, നമ്മുടെ കൊച്ചു 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 ശീലങ്ങൾ, നമ്മുടെ കൊച്ചു 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 വികാരങ്ങൾ, ഇതൊക്കെ സാത്താന്റെ ലീഗൽ റൈറ്റ്സ് ആണ്. അത് ദൈവം അങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എങ്കിൽ നോക്ക്, ഇതിനകത്ത് നിയമപരമായതും അന്യായമായതും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണിത്. ഇതിനകത്ത് ദൈവം ന്യായമല്ല എന്ന് പറയുന്നതിനകത്ത് ഞാൻ കേറി കൈ കൊടുത്തു കഴിഞ്ഞാൽ സാത്താന് അവിടെ മുതൽ തുടങ്ങുകയാണ് എന്റെ മേലുള്ള ലീഗൽ റൈറ്റ്സ്, നിയമപരമായിട്ടുള്ള അവകാശം. പിന്നെ ഞാൻ അവിടെ ദൈവമേ, ഞാൻ ശുശ്രൂഷകനല്ലേ, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവനല്ലേ, ഞാൻ ഇത്രയും പേരൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, ഈ ബുക്കിന്റെ സുബോധം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഞാനും സുബോധത്തോടെ ജീവിക്കാനുള്ളതാണ്. ഞാൻ ലീഗലായിട്ട് അവൻ ഓപ്പൺ ചെയ്ത് കൊടുത്ത ഒരു ഡോറുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം ഡോറുണ്ട്. നിങ്ങൾ ഒരു കാര്യം അറിയാവോ? തുറന്നു കിടക്കുന്ന ഡോറുകളാണ് നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങൾ. നമ്മുടെ ഏറ്റവും വലിയ ഡോറുകളാണത്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇതിനകത്തുകൂടെ എല്ലാം സാത്താന്റെ ഡോറുകളാണ്. നിങ്ങൾ ആരും മൂക്കടച്ചു വെച്ചിട്ടില്ലല്ലോ സാത്താൻ കയറണ്ടെന്ന് പറഞ്ഞ്, അതൊരു ഡോറാണ്. നിങ്ങൾ ആരും ചെവി അടച്ചു വെച്ചിട്ടില്ലല്ലോ സാത്താൻ കയറണ്ടെന്ന് പറഞ്ഞ്, ഡോറാണ്. സാത്താൻ ഇന്ന് കയറാൻ പാടില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും കണ്ണടച്ച് വഴിയിൽ ഇറങ്ങി നടക്കാറില്ല, ബസ്സിൽ കയറി യാത്ര ചെയ്യാറില്ല, അത് തുറന്ന ഡോറാണ്. അപ്പൊ സാത്താൻ ഇതിനകത്തുകൂടെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ കയറും. ഇത് നിയമപരമായിട്ട് ഞാൻ നോക്കിയത് കൊണ്ട് എന്നിലേക്ക് കയറി, ഞാൻ അവനെ കുറിച്ച് ദൂഷണം പറഞ്ഞതുകൊണ്ട്, ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് വേണ്ടാധീനം പറഞ്ഞതുകൊണ്ട്, ഞാൻ ആ വ്യക്തിയെ വേദനിപ്പിച്ചതുകൊണ്ട്, മനഃപൂർവ്വമായി ഞാൻ ആ വ്യക്തിയെ അവോയ്ഡ് ചെയ്തതുകൊണ്ട്, ഞാൻ ആ വ്യക്തിയെ ക്രിട്ടിസൈസ് ചെയ്തതുകൊണ്ട്, ആ വ്യക്തിയുടെ ഭാഗം കേൾക്കാനുള്ള മനസ്സെനിക്കില്ലാത്തത് കൊണ്ട് സാത്താന്റെ ജീവിതത്തിൽ സാത്താന്റെ മുമ്പിൽ ഞാൻ മലർക്കെ തുറന്നു കൊടുത്ത ഒട്ടനേകം വാതിലുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്കറിയില്ല അതെന്താന്ന്. നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോഴാണ് കർത്താവ് അത് ഓരോന്നായിട്ട് വെളിപ്പെടുത്തുന്നത് ഷട്ട് ഡൗൺ ചെയ്യുക. ആ ഡോറുകളാണ് നമ്മൾ ഇന്ന് രാത്രി ക്ലോസ് ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. അപ്പോ പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് ദൈവേഷ്ടം ചെയ്യുമോ. ഇതൊന്നും പൗലോസിന്റെയും തിമോത്തിയോസിന്റെയും കയ്യിലല്ല. ഇപ്പൊ മനസ്സിലായില്ലേ? പഠിപ്പിക്കാനേ പറ്റൂ, അവർക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റൂ. ദൈവേഷ്ടം ചെയ്യുമോ, അത് തിമോത്തിയോസിന്റെ പാർട്ടല്ല. മര്യാദയ്ക്ക് ചെയ്തോണം. എന്തോ ഏക്കാൻ ഒന്നും ഏക്കത്തില്ല. ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ എന്തോ ഏക്കാൻ ഒന്നും ഏക്കത്തില്ല. ഞാൻ കൈക്കൊള്ളുന്നു, അടിയനിതാ എന്ന വാക്കിനകത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പറഞ്ഞേ. അപ്പൊ ഇത് ഓരോ വ്യക്തിയും മനഃപൂർവമായി അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാകുന്നു. ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്, കാരണം സമയം ഒത്തിരി കഴിഞ്ഞു. നാളെ ഞാൻ ഒന്നും കൂടെ പറയാം. സമയമുണ്ടെങ്കിൽ ഞാൻ ഈ ഭാഗം ഞാൻ ഒന്നും കൂടെ തീർച്ചയായിട്ടും നാളെ എടുക്കാം. ഞാൻ ആ ബോണ്ടേജസിനെ കുറിച്ച് ഞാൻ പറയുന്നു. എത്ര തരത്തിലുള്ള ബോണ്ടേജസ് ഉണ്ട്? ബോണ്ടേജസ് ഓഫ് പോവർട്ടി. നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് ബോണ്ടേജസ് ഓഫ് പോവർട്ടി, അതൊരു ദാരിദ്ര്യത്തിന്റെ
ഒരു ഭയങ്കര ബോണ്ടേജസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ബോണ്ടേജസ് ഓഫ് അൺഫ്രൂട്ട്ഫുൾനെസ്. നിങ്ങൾക്ക് ഫലവത്താകാനായിട്ട് കഴിയുന്നില്ല. എന്ത് ചെയ്താലും അതിനകത്തെല്ലാം തടസ്സങ്ങൾ വരുന്നു. ഒരു കാര്യവും നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളൊരു മിനിസ്ട്രി തുടങ്ങി, നിങ്ങളൊരു ഷോപ്പ് തുടങ്ങി, നിങ്ങളൊരു ജോലിക്ക് പോയി, നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി, എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ഫ്രൂട്ട്ഫുൾ ആകാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾ ജോലിക്ക് പോകുന്നു, നിങ്ങൾക്ക് സാലറി കിട്ടുന്നു, പക്ഷേ ഒന്നും നിങ്ങളുടെ ജീവിതത്തിനകത്ത് അങ്ങോട്ട് ഒന്നും കൊണ്ടെത്തിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ വീട്ടിൽ വരുന്നതിന് മുന്നേ ആ ധനം 4 വഴിക്ക് ചിതറിപ്പോകുന്നെങ്കിൽ നിങ്ങളൊരു ഫൈനാൻഷ്യൽ ബോണ്ടേജസിനകത്താണ്. നിങ്ങളുടെ മേലൊരു ബോണ്ടേജസ് ഓഫ് അൺഫ്രൂട്ട്ഫുൾനെസ്, അങ്ങനത്തെ ഒരു ബോണ്ടേജ് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ബോണ്ടേജസ് ഓഫ് സിൻ, പാപത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ബോണ്ടേജസ്. എത്ര തന്നെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പാപങ്ങൾ. അത് ജഡിക പാപം മാത്രമല്ല, ജഡിക പാപം ഭയങ്കര പ്രശ്നമാണ്. അത് മാത്രമല്ല, മറ്റു പാപം. ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു വ്യക്തിക്ക് പറയാനുള്ള കാര്യം കേൾക്കാൻ മനസ്സില്ലാതിരിക്കുക, ആ വ്യക്തിയുടെ ഭാഗം കേൾക്കാതെ ആ വ്യക്തിയെ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുക, ഭയങ്കര പാപമാണ്. കൂട്ടുകാരനെ നിസാര എന്ന് വിളിക്കുക, പാപമാണ്. സാത്താന് നിങ്ങൾ ഡോറ് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ മേൽ ആ ബോണ്ടേജ് ഉണ്ടാകും. അപ്പോ സിൻ എന്ന് പറയുന്നത് ഇല്ലീഗലായിട്ടുള്ളത് എല്ലാം സിന്നാണ്, അനീതിയായിട്ടുള്ളത് എല്ലാം സിന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം PG വർഗീസ് അങ്കിളിന്റെ ഒരു മെസ്സേജിനകത്ത് ഞാൻ കേട്ടതാണ്, ഓഫീസിൽ ജോലി ചെയ്യുമ്പം അവിടുത്തെ ഓണറുടെ പെർമിഷൻ ഇല്ലാതെ അവിടുത്തെ A4 സൈസ് പേപ്പർ എടുക്കുന്നത് സിന്നാണ്, മോഷണമാണത്. മോഷണം പാപമാണോ? ആണ്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടോ? ഞാനൊന്നൊരു മനുഷ്യന്റെ സാധനം മോഷ്ടിച്ചിട്ടില്ല. പക്ഷെ എത്രയോ പ്രാവശ്യം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് അവരുടെ പെർമിഷൻ ഇല്ല, അവർ കാശ് കൊടുത്ത് മേടിച്ചു വെച്ചേക്കുന്ന സാധനം പേപ്പർ, അത് നമ്മൾ എടുക്കുന്നു, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വീട്ടിൽ കൊണ്ടുവരുന്നു, പിള്ളേർക്ക് എഴുതാൻ ഒരു 10 പേപ്പർ എടുത്തു വെക്കുന്നു, അവരുടെ പെർമിഷൻ ഇല്ലാതെ അവിടുത്തെ പേന എടുത്തുകൊണ്ട് വീട്ടിൽ വരുന്നു, അവരുടെ ക്യാഷ് ബോക്സിൽ നിന്ന് ക്യാഷ് അത്യാവശ്യം വണ്ടിക്കൂലിക്ക് എടുക്കുന്നു, പിറ്റേ ദിവസം അങ്ങോട്ട് കോമ്പൻസേറ്റ് ചെയ്യുക, അതിനകത്ത് ഇട്ടേക്കാന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ പറയുന്ന പോലെ ഒരാളുടെ നിന്ന് പേന എഴുതാൻ മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുക. ഇതിനകത്തെല്ലാം പൊന്നു സഹോദരങ്ങളെ, നമ്മുടെ ബുദ്ധിക്ക് അല്ലെങ്കിൽ നമ്മുടെ ചിന്തയ്ക്ക് ഇതല്ല, നിസാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കകത്താണ് സാത്താൻ അവകാശം പറയുന്നത്. എന്നിട്ട് നമ്മൾ ദൈവത്തിന് നേരെ ശൂലവും പിടിച്ചോണ്ട് നിൽക്കുക കുത്താൻ. എത്ര ഉപവാസം എടുത്തു, എത്ര ഫാസ്റ്റിംഗ് ആയി, എത്ര 41 എത്ര 21 എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിന് നേരെ മെഷീൻ ഗൺ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. നിയമപരമായി കർത്താവിന് എന്തോ ചെയ്യാനൊക്കും? നിങ്ങൾ പറ, കർത്താവിന് എന്തോ ചെയ്യാനൊക്കും? എടാ, അവനൊരു പേപ്പർ അല്ലേടാ സാത്താനെ എടുത്തുള്ളൂ, അവനെ വിട്ടേക്കടാ പറയൂ എന്റെ ദൈവം? പറയത്തില്ല. ദൈവം നീതിമാനാണ്. നീതി ഇല്ലാതെ വസിക്കാനേ പറ്റാത്തൊരു ദൈവമാണ്. ദൈവത്തിന്റെ ജീവശ്വാസം എന്ന് പറയുന്നത് നീതിയാണ്, ന്യായമാണ്, സത്യസന്ധതയാണ്, വിശുദ്ധിയാണ്. അവിടം വിട്ട് കർത്താവ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ, ആ വാക്ക് മാത്രം നിങ്ങൾ ഓർത്താൽ മതി, സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനോടുകൂടെ നമുക്ക് തന്നവൻ, അവനെ കൂടെ നമുക്ക് തന്നവൻ എന്ന വചനം പറയുന്നത്. അപ്പൊ എനിക്ക് വേണ്ടി, എടാ ഒരു പേനയല്ലേടാ സാത്താനെ വിട്ടേക്കടാ, ഒരു പേപ്പർ അല്ലേടാ സാത്താനെ വിട്ടേക്കടാ, ഒരു ചോക്ലേറ്റ് അല്ലേടാ വിട്ടേക്കടാ, അവന്റെ മുത്തശ്ശന്റെ കടയിൽ നിന്നല്ലേടാ എടുത്തത് വിട്ടേക്കടാ. നീ ഒരു ചോക്ലേറ്റ് എടുത്തോ, അതിന്റെ 5 രൂപ അല്ലെങ്കിൽ 10 രൂപ നീ ആ ക്യാഷ് ബോക്സ് ഇട്ടേച്ച് നീ എടുത്തോ, നിനക്കത് അനുഗ്രഹമാണ്, നിന്റെ ശരീരത്തിന് അത് പിടിക്കും. ഹല്ലേലൂയ. നീതിയോടെ ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. നീതിയോടെ ജീവിക്കുന്നതാ ക്രിസ്തീയ ജീവിതം. സത്യസന്ധതയോടെ ജീവിക്കുന്നതാ ക്രിസ്തീയ ജീവിതം. സ്നേഹത്തോടെ ജീവിക്കുന്നതാ ക്രിസ്തീയ ജീവിതം. ഇത് കേൾക്കുമ്പോഴാ സാത്താന് തലതല്ലിച്ചാകാൻ തോന്നുന്നേ. ചാകട്ടെ. ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കുക, സ്നേഹമില്ലാത്തടത്ത് സാത്താനുണ്ട്, സത്യസന്ധത ഇല്ലാത്തടത്ത് സാത്താനുണ്ട്, വിശുദ്ധി ഇല്ലാത്തടത്ത് സാത്താനുണ്ട്. ഹല്ലേലൂയ. ശരി, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്ന അങ്ങ് പറയും. അപ്പോ ഞാൻ എവിടെ പറഞ്ഞു വന്നേ? സ്പിരിറ്റ് ഓഫ് സിൻ, ബോണ്ടേജസ് ഓഫ് സിൻ. പാപത്തിലൂടെ നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നവരാ. നമ്മുടെ കണ്ണ് തുറന്നാൽ ആദ്യം കാണുന്നത് പാപമാണ്. നമ്മൾ കണ്ണ് തുറന്നാൽ ആദ്യം കാണുന്ന പാപമാണ്. ഈ നമ്മൾ റോഡിൽ പോകുന്ന സമയത്ത് ഒത്തിരി ബിൽ ബോർഡുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വെച്ചേക്കും. അതിനകത്തെല്ലാം പരസ്യങ്ങളാണ് എങ്കിലും അതിനകത്തെല്ലാം സ്വാധീനമുള്ള ഒത്തിരി സംഭവങ്ങൾ അതിനകത്തെല്ലാം ഉണ്ട്. അവിടുന്നൊക്കെ നമ്മുടെ ഇമേജുകൾക്കകത്ത്, നമ്മുടെ കണ്ണിനകത്തേക്ക്, നമ്മുടെ തലച്ചോറിനകത്തേക്ക് പതിയുന്ന ഒത്തിരി ഇമേജസ്
നമ്മുടെ മൈൻഡിനെ പൊല്യൂട്ട് ചെയ്യും. അങ്ങനെ മൈൻഡിനെ പൊല്യൂട്ട് ചെയ്യുന്നിടത്തെല്ലാം സാത്താനി അവകാശങ്ങളുണ്ട്. വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ സ്വാധീനം ബ്രേക്ക് ചെയ്യണം. രാത്രിയിൽ സ്വപ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അൺവാണ്ടഡ് ഡ്രീംസ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത തരത്തിലുള്ള മോശമായ സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെല്ലാം സ്വാധീനങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതിനെല്ലാം നമ്മൾ ബ്രേക്ക് ചെയ്ത് കളയണം യേശുവിൻ്റെ നാമത്തിൽ. ഓക്കെ, ബോണ്ടേജസ് ഓഫ് സ്റ്റാഗ്നേഷൻ, സ്തംഭിപ്പിക്കുന്ന അവസ്ഥകൾ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെ എഴുന്നേറ്റു, ആ ഒരു ഷോക്ക് അടിച്ച പോലെ അങ്ങനെ ഇരിക്കുകയാണ്. ചായ ഇടണമെന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ട്, ഹസ്ബൻഡിന് ചോറ് കെട്ടി കൊടുക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയും. സ്തംഭിപ്പിക്കുന്നു. അവിടെ മാത്രമല്ല, നമ്മളൊരു വീട് പണി തുടങ്ങി, സ്തംഭിച്ചതുപോലെ നിൽക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എല്ലാം പ്ലാൻ ചെയ്തു, പക്ഷെ അങ്ങോട്ട് ഒരു തരത്തിൽ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ല. എല്ലാ കാര്യങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂ കഴിഞ്ഞു, അവിടെ നിന്ന് അതിന്റെ ഫൈനൽ ഡിസിഷൻ വരുന്നില്ല. സ്തംഭിപ്പിക്കുന്നു. നിങ്ങളെയും സ്തംഭിപ്പിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെയും സ്തംഭിപ്പിക്കുന്നു. ബോണ്ടേജസ് ഓഫ് സ്റ്റാഗ്നേഷൻ. നെക്സ്റ്റ്, ബോണ്ടേജസ് ഓഫ് ഈവിൾ പാറ്റേൺ, ദുഷ്ട സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ദുഷിച്ച മാതൃക ജീവിതത്തിൽ ഉണ്ടാകുക. ബോണ്ടേജസ് ഓഫ് ഈവിൾ പാറ്റേൺ, ദുഷിച്ച മാതൃക. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു കമന്റ് പറയുമ്പോൾ അതിനകത്ത് വൃത്തികെട്ട ചൊവ ചേർത്ത് സംസാരിക്കുക. ഒരു വ്യക്തിയെ നമ്മൾ വിളിക്കുമ്പോൾ മോശമായ പദം ചേർത്ത് വിളിക്കുക. ഒരു മാതൃകയില്ലാത്ത ജീവിതം. മക്കൾക്ക് അപ്പനെ നോക്കിയാൽ അപ്പനിൽ നിന്നൊരു മാതൃക കാണാനില്ല, മക്കൾക്ക് അമ്മയെ നോക്കിയാൽ അമ്മയിൽ നിന്നൊരു മാതൃക കാണാനില്ല. അമ്മ വായെടുത്താൽ വേണ്ടതിനെ പറയത്തുള്ളൂ, അല്ലെങ്കിൽ അമ്മ വായെടുത്തു കഴിഞ്ഞാൽ വേണ്ടാത്ത വാക്ക് ചേർത്തേ സംസാരിക്കത്തുള്ളൂ. ഈവിൾ പാറ്റേൺ നമ്മുടെ നാവിൽ നിന്നും, ചിന്തയിൽ നിന്നും, ശരീരത്തിൽ നിന്നും, ജീവിതത്തിൽ നിന്ന് തന്നെ ആ ഈവിൾ പാറ്റേൺ ബ്രേക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബോണ്ടേജസ് ഓഫ് ആൻസെസ്ട്രൽ കേഴ്സസ്, പാരമ്പര്യ ശാപങ്ങൾ. അത് നിമിത്തമുള്ള, അതായത് ആ ആൻസെസ്ട്രൽ കേഴ്സസ് ഉണ്ടെങ്കിൽ അപ്പൻ മദ്യപാനിയാണെങ്കിൽ മകൻ മദ്യപാനിയാകും, അപ്പൻ ഷുഗർ രോഗിയാണെങ്കിൽ മകൻ ഷുഗർ രോഗിയാകും. ഇങ്ങനെ കൈമാറി വരുന്ന സംഭവങ്ങൾ. ബോണ്ടേജസ് ഓഫ് അഡിക്ഷൻസ്, അത് ഇതിന്റെ വേറൊരു സംഭവം തന്നെയാണ്, എല്ലാം പറയാനുള്ള സമയം. ബോണ്ടേജസ് ഓഫ് ഫെയിലിയർ, എന്തു ഇറങ്ങിയാലും പരാജയം. ബോണ്ടേജസ് ഓഫ് ഡിസപ്പോയിന്റ്മെന്റ്സ്, എപ്പോ നോക്കിയാലും ഈ ലോകത്തല്ലാത്ത പോലെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുക. നിരാശകൾ, ഒന്നിനു പിറകെ ഓരോ നിരാശകൾ വരിക. ബോണ്ടേജസ് ഓഫ് സ്ലേവറി എന്ന് തുടങ്ങി ഇങ്ങനെ പോകുകയാണ്. അടിമത്തങ്ങളുടെ ഒരു നിര ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തു വരണമെന്ന് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളിപ്പോൾ സത്യം അറിഞ്ഞു, നിങ്ങളിപ്പോൾ സത്യം അറിഞ്ഞു. ഞാൻ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ദൈവാനുവദിച്ച നാളെ എടുക്കാം. നിങ്ങളിപ്പോൾ സത്യം അറിഞ്ഞു, നിങ്ങൾ ഇതിനെ ബ്രേക്ക് ചെയ്യുക. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? ഇതാ യേശു ചോദിച്ചത്. യേശുവിനെ എന്നെ അറിയാൻ പാടില്ല എന്നിട്ടോ, നീ എനിക്ക് ഇന്നത് ചെയ്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞത് ആ മനുഷ്യന്റെ സഹകരണമാണ്. നിങ്ങളിപ്പോൾ യേശുവിനോട് പറയാൻ തയ്യാറാകണം. നിങ്ങൾ കർത്താവിനോട് പറയാൻ തയ്യാറാകണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒത്തിരി പരാജയങ്ങളുണ്ട്. ഞാൻ ഇന്നതിനകത്ത്, നിങ്ങൾക്കേ അറിയുള്ളൂ, നിങ്ങളുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും നന്നായി അറിയാമെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമാണ്. അപ്പൊ നിങ്ങളുടെ പരസ്യ ജീവിതത്തിലൂടെയും രഹസ്യ ജീവിതത്തിലൂടെയും സാത്താന് നിയമപരമായി ലഭിച്ച അവകാശങ്ങൾ നിങ്ങളാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. എൻ്റെ ജീവിതത്തിൽ സാത്താന് ലഭിച്ച അവകാശങ്ങൾ ഞാനാണ് ബ്രേക്ക് ചെയ്യേണ്ടത് എന്നതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും ഒരവസ്ഥ, സ്പിരിറ്റ് ഓഫ് പോവർട്ടി, സ്പിരിറ്റ് ഓഫ് അൺഫ്രൂട്ട്ഫുൾനെസ്, സ്പിരിറ്റ് ഓഫ് സിൻ, സ്പിരിറ്റ് ഓഫ് സ്റ്റാഗ്നേഷൻ, സ്പിരിറ്റ് ഓഫ് ഈവിൾ പാറ്റേൺ, ancestral curses, addictions, failure, disappointments, slavery, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു ശക്തിയുടെയോ സ്വാധീനത്തിന്റെയോ അമൂർത്തമായ ശക്തിയുടെയോ നിയന്ത്രണത്തിലുള്ള അവസ്ഥയാണ് ബോണ്ടേജ്. ആ നിയന്ത്രണമാണ് നമ്മൾ ഇന്ന് ബ്രേക്ക് ചെയ്യേണ്ടത്. കാരണം എൻ്റെ ശരീരത്തിൻ്റെയും പ്രാണന്റെയും ആത്മാവിൻ്റെയും നിയന്ത്രണം കർത്താവായ യേശുക്രിസ്തുവിൽ കൊടുത്താണ് നമ്മൾ ഈ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത്. ഈ നിയന്ത്രണത്തിന്മേൽ വേറൊരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ് ബുദ്ധിമുട്ട്. ഈ നിയന്ത്രണത്തിന്മേൽ മറ്റൊരു നിയന്ത്രകൻ വരുന്നതാണ്, മറ്റൊരു ഡയറക്ടർ എനിക്കുണ്ടാകുന്നതാണ് ഇവിടെ ബുദ്ധിമുട്ട്. നമുക്കിവിടെ ഡയറക്ടർ മാത്രമേ പാടുള്ളൂ.
അസിസ്റ്റന്റ് ഡയറക്ടർ പാടില്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടവും ചെയ്യേണ്ടി വരും, ഇദ്ദേഹത്തിൻ്റെ കമൻറ്റും നമ്മൾ ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? ഡയറക്ടർ ഇങ്ങനെ അത് വേണ്ട സാറേ, ഇങ്ങനെ കൂടെ ആക്കിയാൽ അത് വേണ്ട. ഇവിടെ ഡയറക്ടർ മാത്രമേ പറ്റൂ. അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. നമുക്കൊരൊറ്റ രക്ഷകർത്താവേ ഉള്ളൂ, അത് കർത്താവായ യേശുവാണ്. അത് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് യേശു നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു, യേശു നിങ്ങളെ വിടിവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞെന്നറിയാവോ? ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2:14 തന്നെ ഒന്ന് എടുക്കാവോ? ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 2:14 16 വാക്യം, 2:16 വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2:16. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. കർത്താവായ യേശു ക്രിസ്തു നമുക്കിന്നുള്ളത് കൊണ്ട് എന്നെ സൗഖ്യമാക്കാൻ, ഈ പറഞ്ഞ എല്ലാ ബോണ്ടേജസിൽ നിന്നും എന്നെ വിടുവിക്കാൻ എൻ്റെ യേശു മതിയായവനാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. എല്ലാ കണ്ണുകളും കർത്താവിൻ്റെ സന്നിധിയിൽ അടയട്ടെ. നമ്മൾ നമ്മുടെ തന്നെ വായു കൊണ്ട് പറഞ്ഞ് നമ്മളിത് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടഞ്ഞ് ഒരു വാക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിയമപരമായി സാത്താന് ലഭിച്ച എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും, മെന്റലി, ഫിസിക്കലി, സ്പിരിച്വലി, ഇമോഷണലി എൻ്റെ ലൈഫിലേക്ക്, ഫിനാൻഷ്യലി എൻ്റെ ലൈഫിലേക്ക് സാത്താന് തുറന്നു കിട്ടിയതായ എല്ലാ ലീഗലായി അവന് തുറന്നു കിട്ടിയതായ ഡോറുകളും നസറയനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അടയ്ക്കുകയാണ്. ആ സ്പിരിറ്റിന് ഞാൻ ഈ പറഞ്ഞ മേഖലകളിലുള്ള സകല സ്വാധീനത്തെയും ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്താലും യേശുക്രിസ്തുവിൻ്റെ രക്തത്താലും ആ സ്വാധീനത്തെ ഞാൻ മുറിച്ചു മാറ്റുന്നു. എൻ്റെ പ്രാണന്റെ കർത്താവ് യേശുക്രിസ്തുവാണ്. എൻ്റെ ശരീരത്തിൻ്റെ കർത്താവ് യേശുക്രിസ്തുവാണ്. എൻ്റെ പ്രാണന്റെ കർത്താവ് യേശുക്രിസ്തുവാണ്. എൻ്റെ ആത്മാവിൻ്റെ കർത്താവ് യേശുക്രിസ്തുവാണ്. എൻ്റെ ചിന്തകളുടെ കർത്താവ് യേശുക്രിസ്തുവാണ്. എൻ്റെ വികാരമണ്ഡലങ്ങളുടെ കർത്താവ് യേശുക്രിസ്തുവാണ്. ഇപ്പോൾ മുതൽ കർത്താവേ, സാത്താന് എന്നിൽ ഒരു നിയന്ത്രണവുമില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ 3-ാം നാളുള്ള പുനരുത്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പാപങ്ങൾക്കും ശാപങ്ങൾക്കും വേണ്ടി അവൻ തകർക്കപ്പെട്ടു, അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഞങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ യേശു മൂലമായി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ പരിശുദ്ധാത്മാവാണ് എൻ്റെ ഈ കൺഫെഷൻ കേൾക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പരിശുദ്ധാത്മാവാണ് എന്നെ സ്വതന്ത്രനാക്കാൻ പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കർത്താവേ, എല്ലാ ശാപങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സാത്താന് ലഭിച്ച അവകാശത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ റദ്ദ് ചെയ്യുന്നു. പറയുക, നിങ്ങൾ എന്നോട് കൂടെ ഏറ്റു പറയുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ തലമുറകളെയും ആ ദുഷ്ടന്റെ പിടിയിൽ നിന്ന് ദൈവം വിടുവിക്കണം. അവന്റെ കെണിയിൽ നിന്ന് ദൈവം വിടുവിക്കണം. അവന്റെ കുടുക്കിൽ നിന്ന് ദൈവം വിടുവിക്കണം. കർത്താവേ, ഞങ്ങളുടെ ലൈഫ് പാർട്ട്നേഴ്സിനെ ദൈവം വിടുവിക്കണം. ഞങ്ങളുടെ ഭവനങ്ങളെ ദൈവം വിടുവിക്കണം. ഞങ്ങളുടെ മിനിസ്ട്രിയെ ദൈവം വിടുവിക്കണം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാനിപ്പോൾ ഇത് പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ മേലുള്ള ഓരോ ബന്ധനങ്ങളും ഈ സമയം മുതൽ, നിങ്ങൾ ഏറ്റുപറയുന്ന ഈ സമയം മുതൽ പൊട്ടാൻ പോവുകയാണ്. ഇപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിൽ പോവർട്ടി കൊണ്ടുവരുന്ന, നിങ്ങളെ ഒരു അൺഫ്രൂട്ട്ഫുൾ ആക്കി തീർക്കുന്ന, നിങ്ങളെ ഒരു സിൻഫുൾ ആക്കി തീർക്കുന്ന, നിങ്ങളുടെ ലൈഫിനെ
ആമേൻ ഒരു സ്റ്റാഗ്നേഷന്റെ അനുഭവത്തിലാക്കുന്ന, നിങ്ങളുടെ ഒരു ഈവിൾ പാറ്റേൺ ഉള്ള ഒരു വ്യക്തിയാക്കി തീർക്കുന്ന, നിങ്ങളുടെ ലൈഫിലേക്ക് ആൻസെസ്ട്രൽ കേഴ്സ് കൊണ്ടുവരുന്ന, നിങ്ങളെ പലതിനകത്തും അഡിക്റ്റഡ് ആക്കി ഇടുന്ന, നിങ്ങളുടെ എല്ലാ മേഖലകളെയും ഫെയിലുവർ ആക്കുന്ന, നിങ്ങളെ ഡിസപ്പോയിന്റഡ് ആക്കുന്ന, നിങ്ങളെ ഡിപ്രസ്ഡ് ആക്കുന്ന, നിങ്ങളെ ഒരു രോഗിയാക്കുന്ന, നിങ്ങളെ ഒരു സ്ലേവറിയുടെ അവസ്ഥയിലാക്കുന്ന സകല സ്പിരിറ്റുകളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ജനത്തിൽ നിന്ന് ആ സ്വാധീനം അഴിയട്ടെ. ഇപ്പോൾ ഈ ജനത്തിൽ നിന്ന് ആ തിന്മയുടെ വ്യാപാരം പൊട്ടട്ടെ. ഇപ്പോൾ ഈ ജനത്തിൽ നിന്ന് ആ അരൂപിയുടെ വ്യാപാരം മാറട്ടെ. ഇപ്പോൾ ഇതിന്റെ പിടിയിലിരിക്കുന്ന ആമേൻ, ഈ സൈറ്റാനിക് ഈ ഡിമൺ അറ്റാക്കിൽ ഇരിക്കുന്ന ആമേൻ, ആ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഈ സാത്താൻ കൊണ്ടിട്ട രോഗങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറാൻ തുടങ്ങട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ 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 വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ആമേൻ, ഇവരുടെ മൈൻഡിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആ സ്പിരിറ്റിനെ ഞാൻ ബ്രേക്ക് ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളെ സ്പിരിച്വൽ ലൈഫിൽ നിലനിൽക്കാൻ അനുവദിക്കാത്ത തരത്തിൽ നിങ്ങളെ ടെംപ്റ്റേറ്റ് ചെയ്യുന്ന, നിങ്ങളെ ഡൈവേർട്ട് ചെയ്യുന്ന ആ സ്പിരിറ്റിൽ നിന്ന് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ കെട്ടുപൊട്ടി നീ സ്വാതന്ത്ര്യം പ്രാപിക്കാം. ഇപ്പോൾ നിന്നെ അലട്ടുന്ന രോഗത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കാം. ഇപ്പോൾ ദുർസ്വപ്നങ്ങൾ കൊണ്ടിട്ട് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ആ ദുരാത്മ വ്യാപാരത്തിൽ നിന്ന് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ സ്പിരിറ്റ് ബ്രേക്ക് ആയി നീ സ്വാതന്ത്ര്യം പ്രാപിക്കാം. റിലീസ്. ചില വ്യക്തികൾ വിടിവിക്കപ്പെടുന്നു യേശുവിന്റെ നാമത്തിൽ. ആ പൈശാചിക കെണികൾ പൊട്ടുന്നു. വിടുതൽ. പ്രാർത്ഥിക്കുക. അന്യഭാഷയെ പ്രാർത്ഥിച്ച് സ്വാതന്ത്ര്യമാകുക. അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് സ്വതന്ത്രമാകുക. ദൈവശക്തി വ്യാപരിച്ചു നിൽക്കുകയാണ്. ആമേൻ. ആരും നിങ്ങളുടെ തലയെ കൊണ്ട് കൈവെക്കത്തില്ല. ആരും നിങ്ങളുടെ പേരും വിളിക്കത്തില്ല. അവനവൻ തന്നെ അവനവന്റെ അവസ്ഥ മനസ്സിലാക്കി വിടുതൽ സ്വീകരിക്കുക. അവനവന്റെ അവസ്ഥ മനസ്സിലാക്കി വിടുതൽ സ്വീകരിക്കുക. ജീസസ്. ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ആ മഹത്വത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ആ മഹത്വത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ജീസസ് ക്രൈസ്റ്റ്. വിളിച്ചേ യേശുവേ എന്ന് വിളിച്ചേ. ആ യേശു രക്ഷകന്റെ നാമത്തെ ഒന്ന് നിങ്ങളുടെ നാവിലെടുത്തേ. യേശുവേ എന്നൊന്ന് വിളിച്ചേ. യേശുവേ. ഇപ്പോൾ ഈ ജനത്തെ ഇപ്പോൾ അടിയങ്ങളുടെ കുടുംബത്തെ ആമേൻ തൃക്കൺ പാർക്കണമേ. ഇപ്പോൾ വിടിവിക്കണമേ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ബോണ്ടേജസ് പൊട്ടട്ടെ. മെന്റലി, ഫിസിക്കലി, സ്പിരിച്വലി, ഫിനാൻഷ്യലി ഇപ്പോൾ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിന്റെ സാന്നിധ്യം നിന്റെ അരികിലുണ്ട്. ആ കെട്ടുകളെ പൊട്ടിക്കാൻ, കയറുകളെ അറുത്തുകളവാൻ യേശുവിന്റെ സാന്നിധ്യം. എന്ത് ചെയ്താലും പരാജയം, എന്ത് ചെയ്താലും നഷ്ടം, എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തൽ, എങ്ങനെ പോയാലും ആമേൻ ഭീഷണികൾ ഒഴിഞ്ഞിട്ട് നേരമില്ലാത്ത ചിലരിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു. ആമേൻ. മൂക്കറ്റവും അല്ല, ആമേൻ തലയോളവും അല്ലാതെ കടക്കെണിക്കകത്തുനിന്ന് ആമേൻ പൊറുതിയില്ലാതിരിക്കുന്ന ചില വ്യക്തികളിലേക്ക് ആ ദൈവശക്തി വ്യാപരിക്കുകയാണ്. ജീസസ്. ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന വ്യക്തികളുടെ മേൽ ആമേൻ, ആ ഒരു അവസ്ഥയിൽ തുടരുന്ന വ്യക്തികളുടെ മേൽ ആ ദൈവിക സൗഖ്യം വ്യാപരിക്കുകയാണ്. In the name of God, in the name of Son, in the name of Holy Ghost. ഇപ്പോൾ ഫ്രീ ആകട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനങ്ങൾ അറുക്കപ്പെടട്ടെ. ശാപങ്ങൾ മുറിയട്ടെ. യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ രക്തത്താൽ അത് മുറിയട്ടെ. കുടുംബജീവിതത്തിനകത്ത് സ്വസ്ഥതയില്ലാതെ, കുടുംബജീവിതത്തിനകത്ത് ഒരുമയില്ലാതെ, കുടുംബജീവിതത്തിനകത്ത് ഐക്യതയില്ലാതെ, ആമേൻ, പലതരത്തിലുള്ള അഡിക്ഷൻസ്,
പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പലതരത്തിലുള്ള വേദനകൾ, ഡിപ്രഷൻസ് എല്ലാം ബ്രേക്ക് ആകട്ടെ. സ്ലേവറി ബ്രേക്ക് ആകട്ടെ. ഫെയിലിയർ ബ്രേക്ക് ആകട്ടെ. അഡിക്ഷൻ ബ്രേക്ക് ആകട്ടെ. ആൻസെസ്ട്രൽ കേഴ്സസ് ബ്രേക്ക് ആകട്ടെ. ഈവിൾ പാറ്റേൺസ് അപ്രത്യക്ഷമാകട്ടെ. സ്റ്റാഗ്നേഷൻ ബ്രേക്ക് ആകട്ടെ. സിൻഫുൾ ലൈഫ് ബ്രേക്ക് ആകട്ടെ. അൺഫ്രൂട്ട്ഫുൾ ലൈഫ് ബ്രേക്ക് ആകട്ടെ. പോവർട്ടി ബ്രേക്ക് ആകട്ടെ. ഷേൽ ബ്രാഥ റാൽമാ പ്രാസ ബ്രാഥ ഗോഷാഖമ റാഥനാബ. ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്. ഓ മൈ ജീസസ്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഓ നീ വിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ കർത്താവേ. കർത്താവേ, എന്നെ കാണുന്ന ഈ ജനത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിലൂടെ, ദൈവത്തിന്റെ ശക്തിയിലൂടെ ഇന്ന് പല തരത്തിൽ അടിമത്തത്തിലായിരുന്ന ജനത്തെ അവിടുന്ന് തൻ്റെ ശക്തിയേറിയ വചനത്താൽ വിടുവിച്ചല്ലോ. ദൈവം ഞങ്ങൾക്ക് തരുന്ന ഈ നല്ല അവസരങ്ങൾക്കായി, കർത്താവ് ഞങ്ങൾക്ക് തരുന്ന ഈ നല്ല ലെസൺസിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഇവരെ ദൈവം ഡെലിവർ ചെയ്യണം. ഈ കൂട്ടായ്മ ലോകത്തിനൊരു അനുഗ്രഹമായി മാറണം. ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിനെ ദൈവമേ അവിടുന്ന് ഇരട്ടി അഭിഷേകത്തോടെ നിലനിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി അനേകർക്ക് ഇതൊരു അനുഗ്രഹമായി മാറാൻ, അനേകർക്ക് ഈ മെസ്സേജിൻ്റെ റെക്കോർഡിങ്ങിന് ശേഷവും ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമായി മാറാൻ, ഒരു വിടുതലായി മാറാൻ തിരുമേനി സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഇവരോരോരുത്തർക്കായും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ മെസ്സേജ് ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ കൊണ്ടുവരാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനകത്തുകൂടെ പരിമിതികളില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൽ ഞങ്ങൾ അടിയുറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് ഇന്ന് കേട്ട വചനം, ഇന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞത്, ഇന്ന് ഞങ്ങൾ വിശ്വസിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറണമേ. യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന ഓരോ ദൈവമക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പിതാവേ, ഇവരുടെ ജീവിതത്തിൽ അസാധാരണമായ വിടുതലുകൾ ഉണ്ടാകട്ടെ. എല്ലാ പാരമ്പര്യ രോഗങ്ങളും മാറിപ്പോട്ടെ. എല്ലാ ഭയത്തിന്റെ സ്പിരിറ്റുകളും ബ്രേക്ക് ചെയ്യുന്നു. എല്ലാ വിവാഹ തടസ്സങ്ങളും ബ്രേക്ക് ചെയ്യുന്നു. ക്രോബോസാഗേമ ബ്രോഗോഷ ലേകെ ബേഖേറ്റാമ ദുആറാ സിമേഖേറ്റ ലേന്ദറാഖാസിയാർത്ഥൻ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് വലിയ കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ ചെയ്യുന്നതിനായി സ്തോത്രം. ഇവരനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. എല്ലാ മഹത്വം അങ്ങേക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.